നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശുക്രന്റെ അനുഗ്രഹത്താല് 6 നക്ഷത്രക്കാർക്ക് ജൂലൈ 25 മുതൽ നവംബർ അവസാനം വരെ 3 രാജയോഗങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ജ്യോതിഷപ്രകാരം സംഭവിക്കുന്ന ഓരോ മാറ്റങ്ങളും വളരെയധികം പ്രാധാന്യമുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ മുഴുവനായിട്ട് മാറ്റിമറിക്കുന്നതിന് സഹായിക്കുന്നതാണ് ഈ ജ്യോതിഷപരമായിട്ടുള്ള ഗ്രഹമാറ്റങ്ങള്. ജ്യോതിഷത്തില് പൊതുവെ ഗുണാനുഭവങ്ങൾ ധാരാളം നമ്മൾക്ക് കൊണ്ടുവന്നു തരുന്ന ഒരു ഗ്രഹമായിട്ടാണ് ശുക്രനെ കണക്കാക്കുന്നത്. പലപ്പോഴും സന്തോഷം, സമാധാനം, സമ്പത്ത്, കല, പ്രൗഢി എന്നിവയെല്ലാം തന്നെ ശുക്രനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ശുക്രനെ പോലെ തന്നെയാണ് വ്യാഴവും. ഗുണാനുഭവങ്ങളെ ധാരാളമായിട്ട് നൽകാൻ വ്യാഴത്തിനും കഴിയുന്നുണ്ട്. വളരെയധികം സമൃദ്ധി, ആത്മീയത, പ്രശസ്തി എന്നിവയെല്ലാം തന്നെ വ്യാഴവും നമ്മളുടെ ജീവിതത്തിൽ നൽകുന്നതാണ്. 3 രാജയോഗമാണ് ജൂലൈ 25 മുതൽ നവംബർ വരെയുള്ള സമയങ്ങളിൽ രൂപം കൊള്ളുന്നത്. ഇത് 6 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഹംസരാജയോഗവും മാളവ്യ രാജയോഗവും ബുധാദിത്യ രാജയോഗവും ആണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് ഏതൊക്കെ നക്ഷത്രക്കാരിലാണെന്നും അവർക്കുണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളുമാണ് ഇവിടെ പറയുന്നത്. ധനനേട്ടവും പുരോഗതിയും എല്ലാം ഇതുവഴി നിങ്ങൾക്കുണ്ടാവുന്നതാണ്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മളുടെ പ്രാർത്ഥനയിലുള്ള പൂജയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ആദ്യമായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ഉത്രാടം അവസാന 1/4 ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ അരഭാഗവും അടങ്ങുന്ന മകരം രാശിക്കാർക്കാണ്. മകരം രാശിക്കാർക്ക് മാളവ്യ രാജയോഗമാണ് ഫലമായിട്ട് നൽകുന്നത്. പലപ്പോഴും തൊഴിൽപരമായിട്ടുള്ള നിരവധി മാറ്റങ്ങളാണ് നിങ്ങളെ തേടിയെത്തുന്നത്. രാശിപരമായിട്ട് നിങ്ങളുടെ മികച്ച മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ജോലിയിൽ നിങ്ങൾക്ക് മികച്ച ഉയർച്ച ഉണ്ടാവുന്നതാണ്. കൂടാതെ ഈ സമയം നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ്. ഇതുവഴി സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ജോലിയിലൊക്കെ സ്ഥാനക്കയറ്റമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. വിവാഹകാര്യത്തിലൊക്കെ തീരുമാനമാകുന്നുണ്ട്. വിവാഹമാകാതിരുന്നവരുടെ വിവാഹകാര്യത്തിലൊക്കെ തീരുമാനമാകുന്നു. കൂടാതെ അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികളൊക്കെ വീണ്ടും ഒന്നിക്കുവാനുള്ള സമയമാണ്. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നല്ല മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു സമയമാണ് എന്നതിൽ സംശയം വേണ്ട. പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ അത് വളരെയധികം നേട്ടങ്ങളാണ് കൊണ്ടുവരുന്നത്. സ്ഥാപനങ്ങളൊക്കെ സ്വന്തമായിട്ട് തുടങ്ങുവാനൊക്കെയുള്ള യോഗം കാണുന്നുണ്ട്. കൂടാതെ സാമ്പത്തികപരമായിട്ട് നിങ്ങളുടെ ജീവിതം മികച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് വരുന്നതാണ്. ഭവനയോഗമൊക്കെ വരുന്നുണ്ട്. പുതിയ വീട് പണിയാനുള്ള സമയമൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അടുത്തതായിട്ട് ഈ ഭാഗ്യം എത്തിയിരിക്കുന്നത് അവിട്ടം അവസാന അരഭാഗവും ചതയവും പൂരുരുട്ടാതി ആദ്യ 1/4 ഭാഗവും അടങ്ങുന്ന കുംഭം രാശിക്കാർക്കാണ്. കുംഭം രാശിക്കാർക്ക് പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളാണ് തേടിയെത്തുന്നത്. ഇത് ഇവരിൽ 9ാം ഭാവത്തിലാണ് മാളവ്യ രാജയോഗം രൂപം കൊള്ളാൻ പോകുന്നത്. ഇത് കൂടുതൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. കൂടാതെ ഭാഗ്യം ഏത് കാര്യത്തിലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറുന്നുണ്ട്. പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നതിന് യോഗം കാണുന്നുണ്ട്. സാമ്പത്തിക മേഖലയിലൊക്കെ മികച്ച മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച സമയമാണ് എന്നുള്ളതിൽ സംശയം വേണ്ട. ആഗ്രഹിച്ച കോഴ്സുകൾക്കൊക്കെ അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഏത് കാര്യത്തിലും നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ്. പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുവാനുള്ള സമയമാണ്. വിദേശ യാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ഏറ്റവും മികച്ചൊരു സമയമാണ്. ആരോഗ്യ പ്രതിസന്ധിയൊക്കെ ഇല്ലാതാവുന്നുണ്ട്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വിജയം തേടിയെത്തുന്ന ഒന്നുള്ളത് വളരെ സുനിശ്ചിതമാണ്. കൂടാതെ ഗവൺമെന്റ് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് പരിശ്രമിക്കാൻ പറ്റിയൊരു സമയമാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ്. അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങുന്ന കർക്കിടകം രാശിക്കാർക്കാണ്. കർക്കിടകൻ രാശിക്കാർക്ക് 3 രാജയോഗങ്ങളും ഒരുമിച്ച് ചേരുന്നതിനുള്ള അവസരമാണ് ഒരുങ്ങിയിരിക്കുന്നത്. മികച്ച ഗുണാനുഭവങ്ങളാണ് ഇവർക്ക് ലഭിക്കുന്നത്. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളുടെ ഒരു സമയമാണ്. ഇഷ്ടമുള്ള ജോലി ഇഷ്ടമുള്ള സ്ഥലത്ത് ലഭിക്കുന്നു എന്നുള്ളതാണ്. ആത്മവിശ്വാസമൊക്കെ നിങ്ങൾക്ക് വർദ്ധിക്കുന്നുണ്ട്.
ജോലിസ്ഥലത്ത് കൂടുതൽ സന്തോഷവും സമാധാനവും എല്ലാം നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. അത് മാത്രമല്ല, ഒരുപാട് പുതിയ പുതിയ മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. ബിസിനസ് ആരംഭിക്കുന്നതിന് ഏറ്റവും മികച്ച ഒരു സമയമാണ് എന്നുള്ളതിൽ സംശയം വേണ്ട. ശുക്രന്റെ സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിലെ മികച്ച നേട്ടങ്ങളെയാണ് നിങ്ങൾക്ക് കൊണ്ടുവന്നു തരുന്നത്. സർവോപരി മികച്ച മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്തുന്നതിനോടൊപ്പം തന്നെ പുതിയ ഗ്രഹം, പുതിയ വാഹനമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള ഒരു സമയമാണ്. സർവ്വവിധ ഐശ്വര്യങ്ങളുമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു സമയമാണ്. ഒരുപാട് കാലമായിട്ട് സന്താനങ്ങളൊന്നും ഇല്ലാതിരുന്നവർക്ക് സന്താന ലബ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഓഗസ്റ്റ് മാസത്തില് നിങ്ങളെ തേടി 3 ശുഭവാർത്തകൾ എത്തുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നുണ്ട് ഓഗസ്റ്റ് മാസത്തില്. അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങൾ കിട്ടില്ല എന്ന് കരുതിയ പണമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പൂർവിക സ്വത്തൊക്കെ നിങ്ങളുടെ അധീനതയിലേക്ക് വരുന്നുണ്ട്. ഇതെല്ലാം വന്നു ചേരുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം. കൂടാതെ ഈ മേൽപ്പറഞ്ഞ നക്ഷത്രക്കാരെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ അന്നദാനം നടത്തുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.